everyone, welcome you all back to a new vlog. നയാഗ്രയും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് നയാഗ്ര ഓൺ ദ ലേക്കിലേക്കാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നയാഗ്രയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആണ്. അത്യാവശ്യം നല്ല റഷ് അവർ ഉള്ളൊരു ടൈമാണിത്. ആക്ച്വലി സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ നയാഗ്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വെതർ നോക്കിയപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ പ്ലാൻ ഫ്രൈഡേയിലേക്ക് മാറ്റി. ഈ ഒരു ടൈം ഓഫ് ദി ഇയറിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് നയാഗ്ര വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാവും എന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ കൂടുതലും നയാഗ്രയിൽ പോയിട്ടുള്ളത് സമ്മർ ടൈമിലാണ്. സമ്മർ ടൈമിൽ നയാഗ്ര പൊതുവെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ആസ് യൂഷ്വൽ പറയുന്നത് പോലെ ഹൈവേയിലൂടെയുള്ള യാത്ര അത്ര ഭയങ്കര എക്സൈറ്റിംഗ് ഒന്നുമല്ല. ബട്ട് നയാഗ്രയിലേക്കുള്ള യാത്ര കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരുപാട് വൈനറീസ് ഉള്ളൊരു സ്ഥലമാണ് നയാഗ്ര. നയാഗ്രയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫാം ലാൻഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രേപ്സ് കൂടാതെ ആപ്പിൾ, പീച്ച്, ചെറി, സ്ട്രോബെറി അങ്ങനെയുള്ളതെല്ലാം ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടുത്തെ സൺഫ്ലവർ, ലാവൻഡർ, ട്യൂലിപ്പ് ഫാംസ് എല്ലാം ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ് ആണ് സമ്മറിൽ. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് വിൻ്റർ കഴിഞ്ഞ് സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് എങ്ങോട്ട് നോക്കിയാലും കുറച്ച് ഡള്ളായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ നയാഗ്ര ഓൺ ദ ലേക്കിലെത്തി. ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയാസ് പൊതുവെ ക്വയറ്റ് ആയിരിക്കും. എപ്പോഴും ത്രൂ ട്രാഫിക് ഉണ്ടാവണമെന്നില്ല. ഈ സൈഡിൽ കാണുന്നത് ഒരു സെമിത്തേരിയാണ്. ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകളുടെ ഒരു വലിയൊരു ക്വാളിറ്റിയാണിത്. വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം വളരെ ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം ഇത്രയും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന സിറ്റിസൺസുമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ആളുകളുടെ സഹകരണം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ സ്ട്രീറ്റ്സ് എല്ലാം ഇങ്ങനെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ആ വരുന്നതാണ് ഞങ്ങളുടെ ഫ്രണ്ട് നൈസ് ചേട്ടൻ. നൈസ് ചേട്ടൻ ഇവിടെ ബോയിലർ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. റീസെൻ്റ്ലി ആണ് നൈസ് ചേട്ടന് PNGൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയായത്. സോ PNGൻ്റെ പാത്വേസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് നൈസ് ചേട്ടനോട് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്ക് ടു നയാഗ്ര. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പയ്യെ നയാഗ്ര ഫോൾസിന്റെ വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. നൈറ്റിലാണ് നയാഗ്ര ഫോൾസിന്റെ സ്ട്രീറ്റ് വ്യൂ എല്ലാം കാണാൻ കൂടുതൽ ഭംഗി. ബട്ട് നയാഗ്ര ഫോൾസ് കാണാൻ നമുക്ക് ഡേ ടൈമിൽ തന്നെ വരേണ്ടി വരും. ലേറ്റ് നൈറ്റ് നിൽക്കുകയാണെങ്കിൽ ലേസർ ഷോ പോലത്തെ പരിപാടികൾ കാണാൻ സാധിക്കും. ഞങ്ങൾ രണ്ടുപേരും ഹാമിൽട്ടണിൽ 3 വർഷമായി താമസിക്കുന്നു. നയാഗ്ര ഫോൾസ് നമുക്ക് കുറച്ചുകൂടെ അടുത്തായതുകൊണ്ട് പലവട്ടം നയാഗ്ര ഫോൾസ് കാണാൻ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് സമ്മർ ടൈമിലാണ്. വന്നപ്പോൾ എല്ലാം ഇവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാവാം ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. നയാഗ്ര പാർക്സിന്റെ പാർക്കിംഗ് ലോട്ട്സ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. കുറഞ്ഞ റേറ്റിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ലോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അവിടെയെല്ലാം ക്യാഷ് പേയ്മെന്റ് ആയിരിക്കും. സമ്മർ ടൈമിലാണ് നയാഗ്ര വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കുറച്ച് ക്യാഷ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇവിടം ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഒരു ആനുവൽ പാർക്കിംഗ് പാസ് എടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് എല്ലാം കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. നയാഗ്ര ഫോൾസ് കൂടാതെ ഇവിടെ വേറെയും ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അട്രാക്ഷൻസ് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ക്രൂയിസ്, വേൾപൂൾ എയറോ കാർ, സിപ്പ് ലൈൻ, ഹെലികോപ്റ്റർ റൈഡ് ഇതെല്ലാം സമ്മറിലെ മെയിൻ ആക്ടിവിറ്റീസ് ആണ്. ഇത് കൂടാതെ ഇവിടെ വേറെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ നയാഗ്ര ഫോൾസ് കൂടാതെ വേറെയും ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന സ്ട്രീറ്റ് ആണ് ക്ലിഫ്റ്റൺ ഹിൽസ്. സ്ട്രീറ്റ് ഓഫ് ഫൺ എന്നാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. രാത്രിയിലാണ് ഈ സ്ട്രീറ്റിന് കൂടുതൽ ഭംഗി. നമ്മുടെ മുന്നിൽ കാണുന്ന ആ റെയിൻ ഫോറസ്റ്റ് കഫേ അല്പം ഫേമസ് ആയിട്ടുള്ളൊരു കഫേയാണ്.
ശരിക്കും ഒരു റെയിൻ ഫോറസ്റ്റ് പോലെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് അവിടുത്തെ ഫുഡെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. സമ്മറിൽ ഈ കഫേ നല്ല ക്രൗഡഡ് ആയിരിക്കും. സമ്മറിൽ ക്യൂ നിന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പൂക്കളുള്ള ഈ കുഞ്ഞു ചെടിയാണ് ക്രോക്കസ്. സ്പ്രിംഗ് ആവുമ്പോൾ തനിയെ കിളിർത്തു വരുന്നതാണ് ഈ ചെടികൾ. ഇതാണ് ഓക്സ് ഗാർഡൻ തിയേറ്റർ. ഈ സ്പോട്ടിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല. സമ്മറിലാണ് ഈ സ്ഥലം കൂടുതൽ അട്രാക്റ്റീവ്. വെഡിങ് ഫോട്ടോഷൂട്ട്സ് എല്ലാം ഇവിടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ നയാഗ്ര ഫോൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് US കാനഡ പീസ് ബ്രിഡ്ജ്. ഒരുപാട് കനേഡിയൻസ് US സൈഡിൽ പോയി ഡെയിലി ജോബ് ചെയ്യുന്നതായി കേട്ടിട്ടുണ്ട്. അവരെല്ലാം കമ്മ്യൂട്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജ് വഴിയാണ്. ഫൈനലി നമ്മൾ ഫാൾസ് വ്യൂവിൻ്റെ അവിടെ എത്തി. വെള്ളം മുഴുവൻ തണുത്തുറഞ്ഞ് ഐസായിട്ടിരിക്കുകയാണ്. നയാഗ്ര ഫാൾസ് US കാനഡ ബോർഡറിൽ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. ആ കാണുന്നത് US-ന്റെ ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ്. കനേഡിയൻ സൈഡിൽ നിന്നുള്ള ഫാൾസ് വ്യൂവിനാണ് കൂടുതൽ അട്രാക്ഷൻ. ഈ നയാഗ്ര ഫാൾസിന് ഏതാണ്ട് 12,000 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഐസ് ഏജിന്റെ അവസാന കാലത്താണ് നയാഗ്ര ഫാൾസ് രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അന്നത്തെ ഗ്ലേസിയേഴ്സ് എല്ലാം മെൽറ്റ് ചെയ്താണ് ഇന്നത്തെ നയാഗ്ര ഫാൾസ് ഫോം ചെയ്തിരിക്കുന്നത്. 3 ചെറുതും വലുതുമായിട്ടുള്ള വാട്ടർഫോൾസ് ചേരുന്നതാണ് നയാഗ്ര ഫാൾസ്. ബ്രൈഡൽ വെയിൽ ഫോൾസ്, അമേരിക്കൻ ഫോൾസ്, കനേഡിയൻ ഫോൾസ്, ഇത് 3 ചേരുന്നതാണ് നയാഗ്ര ഫോൾസ്. കൂട്ടത്തിലെ കുഞ്ഞനാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ്. മറ്റ് 2 ഫോൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബ്രൈഡിന്റെ വെയിൽ പോലെ നേർത്തതാണ് ഈ ഫോൾസ്. ഈ കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ്. ഇതിന്റെ ആകെ ഉയരം 110 അടിയാണ്. അങ്ങ് ദൂരെ കാണുന്ന ഉയരമുള്ള ബിൽഡിംഗ് ആണ് സ്കൈലോൺ ടവർ. 755 ഫീറ്റ് ആണ് അതിന്റെ ഉയരം. ഇതിന്റെ മുകളിൽ ചെന്നാൽ നയാഗ്ര ഫാൾസിന്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് കനേഡിയൻ ഫാൾസ് അല്ലെങ്കിൽ ഹോഴ്സ്ഷൂ ഫാൾസ്. ഈ 3 ഫോൾസിൽ ഏറ്റവും വലുത് കനേഡിയൻ ഫാൾസ് ആണ്. ഇതിന്റെ ആകെ ഉയരം 188 ഫീറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകതരം ആർച്ച് ഷേപ്പിലുള്ള ആകൃതി കൊണ്ടാണ് ഇതിനെ ഹോഴ്സ്ഷൂ ഫോൾസ് എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലുപ്പമേറിയ വാട്ടർഫോൾസ് ആണ് നയാഗ്ര ഫോൾസ്. ഒരു സെക്കൻഡിൽ ഏതാണ്ട് 3160 ടൺ വെള്ളമാണ് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. ഇവിടെ സമ്മറിലെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ക്രൂയിസ്. ക്രൂയിസ് ചെയ്യുകയാണെങ്കിൽ ഈ വാട്ടർഫോളിന്റെ അടുത്ത് വരെ പോയി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. സമ്മറിൽ മാത്രമേ ഈ ആക്ടിവിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. വിന്ററിൽ ലേക്ക് ഫ്രോസൺ ആവുന്നത് കൊണ്ട് ഈ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ സ്പ്രിംഗ് ടേൺ ഓവർ നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഫോൾസിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നന്നായി തണുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ 3 പേർക്കും. സോ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ 3 പേരും കുറച്ചു നേരത്തേക്ക് ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി. ഈ ബിൽഡിങ്ങിന്റെ പേരാണ് ടേബിൾ റോക്ക് വെൽക്കം സെന്റർ.
ഈ ബിൽഡിങ്ങിനുള്ളിൽ ഗിഫ്റ്റ് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു മേജർ അട്രാക്ഷനാണ് ജേർണി ബിഹൈൻഡ് ദ ഫാൾസ് ആൻഡ് ദ ടണൽ. അവിടേക്ക് പ്രവേശിക്കാനുള്ള പാസ് ഈ ബിൽഡിങ്ങിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻഫർമേഷൻ സെൻറ്റേഴ്സും ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെയാണ്. ആദ്യമായിട്ടാണ് നയാഗ്ര വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്നാൽ തീർച്ചയായും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാത്ത നയാഗ്ര ഫാൾസ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് കുറച്ച് എക്സ്ട്രാ സന്തോഷം തോന്നുന്നുണ്ട്. ഇത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന സെർബിയൻ അമേരിക്കൻ എഞ്ചിനീയറിന്റെ പ്രതിമയാണ്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് കൂടെയാണ്. ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുകയും അതുപോലെ പിന്നീട് ആൾട്ടർനേറ്റിംഗ് കറന്റ് മോട്ടോർ കണ്ടുപിടിക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് അമേരിക്കൻ സെർബിയൻ എഞ്ചിനീയറായ നിക്കോളാസ് ടെസ്ലയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന്. നിക്കോളാസ് ടെസ്ലയ്ക്ക് കാനഡയുമായി ചെറിയൊരു ബന്ധമുണ്ട്. പണ്ട് ഇവിടെ നയാഗ്ര ഫാൾസിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സ്ഥിതി ചെയ്തിരുന്നു. അതിന്റെ സ്ഥാപകരിൽ പ്രധാനിയാണ് നിക്കോളാസ് ടെസ്ല. ഇത് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്, പക്ഷെ കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും സൂക്ഷിച്ചിരിക്കുന്നത്. അത്യാവശ്യം നന്നായി ഇരട്ടി തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലാണ് സ്ട്രീറ്റ് എല്ലാം നല്ല വൈബ്രന്റ് ആവുന്നത്. നൈറ്റ് ടൈമിലാണ് ഈ സ്ട്രീറ്റിന് കാഴ്ചക്കാർ ഏറെ. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ സ്ട്രീറ്റ് വാക്ക്.
ഞങ്ങൾ 3 പേരും നടന്ന് അത്യാവശ്യം നന്നായി ക്ഷീണിച്ചിരുന്നു. ക്ഷീണം മാറ്റാനായി ഒരു ഐസ്ക്രീം കോൺ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഐസ്ക്രീം കോൺസ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഞങ്ങൾ 3 പേരും ഓറിയോ ഫ്ലേവറിലുള്ള ഒരു സോഫ്റ്റ് സെർവ് ഐസ്ക്രീമാണ് കഴിച്ചത്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് സ്കൈവീൽ. തൊട്ടു മുന്നിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സ്കൈവീൽ യൂസ് ചെയ്യാനുള്ള പാസ് നമുക്ക് മേടിക്കാൻ സാധിക്കും. നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. അതിവിടെ ഏറ്റവും അടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. നയഗ്രയിൽ എപ്പോൾ വന്നാലും നമ്മൾ അവിടുന്നാണ് ഫുഡ് ഓർഡർ ചെയ്യാറുള്ളത്. വേറെയും ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് നയഗ്രയിലുണ്ട്. ഇവിടുത്തെ കിഴി പൊറോട്ടയാണ് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇത്തവണ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഈ വ്ളോഗിൻ്റെ അവസാനം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് പാഴ്സലാണ് വാങ്ങിയത്. നൈസ് ചേട്ടനെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ച് ഹാമിൽട്ടണിലേക്ക് പോവുകയാണ് ഞങ്ങൾ. നയഗ്രയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നയഗ്രയിലെ കൂടുതൽ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. This is all about our mini weekend trip to Niagara. Hope you all liked it. Until we see you next time with another video, take care everyone. Signing off, Anjana and Shan.